പാകിസ്ഥാനിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് ഇന്ത്യൻ മണ്ണിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് ലോകത്താകമാനമുള്ള ഇന്ത്യക്കാർ. ഇന്നലെ വാഗാ അതിർത്തിയിലെത്തിയ നൂറുകണക്കിന് ആളുകൾ ത്രിവർണ പതാക വീശിയും മുദ്രാവാക്യം വിളിച്ചും അഭിനന്ദന് ഊഷ്മളമായ വരവേൽപ്പൊരുക്കി. പാക് സേനയുടെ തടവിൽ നിന്നും 3-ാം ദിനം മോചിതനായ അഭിനന്ദൻ ഇന്നലെ രാത്രി 9:20 വാഗാ അതിർത്തി വഴി ഇന്ത്യയിൽ പ്രവേശിച്ചത്. അഭിനന്ദനെ അഭിനന്ദിച്ചും സ്വാഗതം പറഞ്ഞുമൊക്കെ നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും ജയറാമും മഞ്ജു വാര്യരും എല്ലാവരുമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ധീരജവാന്റെ മടങ്ങിവരവിന് മമ്മൂട്ടി സ്വാഗതം മോദിയപ്പോൾ മാതൃഭൂമിയിൽ തിരിച്ചെത്തിയ ധീരയോദ്ധാവിന് സല്യൂട്ട് അർപ്പിക്കുകയാണ് മോഹൻലാൽ. ധീരജവാനെ ഹൃദയം കൊണ്ട് വരവേൽക്കാം. അഭിനന്ദനങ്ങൾ അഭിനന്ദൻ. ശിരസ് ഉയർത്തിപ്പിടിച്ചതിന്, രാജ്യത്തിന്റെ അഭിമാനം വാനോളം എത്തിച്ചതിന്, എതിരാളിയെ കൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയിച്ചതിന് എന്നാണ് മഞ്ജു വാര്യർ കുറിച്ചിരിക്കുന്നത്. അഭിനന്ദന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് അഭിനന്ദനെ അഭിനന്ദിച്ചത്. ദ ടീ ഈസ് ഫാന്റാസ്റ്റിക് ബട്ട് ഐ കാൻ ടെൽ യു ദാറ്റ്. വെൽക്കം ബാക്ക് സർ. ജയ് ഹിന്ദ്. ഇവർക്ക് പുറമെ നിവിൻ പോളി, ജയസൂര്യ, ജയറാം എന്നിവരും അഭിനന്ദന്റെ മോചനത്തിൽ സന്തോഷം പങ്കുവയ്ക്കുകയും അഭിമാനം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ചയായിരുന്നു അഭിനന്ദനെ മോചിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാക് പാർലമെന്റിനെ അറിയിച്ചത്. അതിർത്തിയിൽ സ്ഥിതിഗതികൾ ശാന്തമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായത്. വെള്ളിയാഴ്ച രാത്രി 9:20 പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ അകമ്പടിയോടെയാണ് അഭിനന്ദനെ വാഗാ അതിർത്തി വഴി ഇന്ത്യയിലെത്തിച്ചത്. ഇന്ത്യയിലെത്തിയ അഭിനന്ദനെ BSF ഏറ്റുവാങ്ങി. എയർ വൈസ് മാർഷൽ RGK കപൂർ, ശ്രീകുമാർ പ്രഭാകർ എന്നിവരും അഭിനന്ദനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തിയ ശ്രമങ്ങളും രാജ്യാന്തര സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങളും കണക്കിലെടുത്താണ് അഭിനന്ദനെ വിട്ടയക്കാൻ വ്യാഴാഴ്ച പാക് സർക്കാർ തീരുമാനിച്ചത്. ഇന്ത്യയുടെ അഭിമാനമായ അഭിനന്ദന് അഭിനന്ദനങ്ങൾ.